ഒരു മെഡൽ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനരികിലായിരുന്നു ഇന്ത്യ. നിർഭാഗ്യകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തകർന്ന ഹൃദയവുമായിരിക്കുന്ന വിനേഷ്, താങ്കൾ ഞങ്ങൾക്കെന്നും അഭിമാനം തന്നെയാണ്, പ്രചോദനവും. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടത്തിൽ നിൽക്കെയാണ് ഫോഗട്ടിന് അയോഗ്യത നേരിടേണ്ടി വന്നിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യക്കാരായി വെള്ളി മെഡൽ ഉറപ്പാക്കി സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അനുവദനീയമായതിനേക്കാൾ വെറും 100 ഗ്രാം കൂടി എന്നതിന്റെ പേരിലാണ് 50 കിലോ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നത്. മൂന്നാം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഫോഗട്ട് ബുധനാഴ്ച രാത്രി 11:30 നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറ ഹിൽബ്രാണ്ടുമായാണ് ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ 100 ഗ്രാം അധികമാണെന്ന് കണ്ടെത്തിയെന്ന് ഇന്ത്യൻ പരിശീലകൻ അറിയിച്ചു. ഭാരം കുറയ്ക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടെങ്കിലും സംഘാടകർ അനുവദിച്ചില്ല. ചൊവ്വാഴ്ച രാവിലെ നടന്ന മത്സരത്തിന് മുൻപ് നടത്തിയ പരിശോധനയിൽ വിനേഷിന് 49.9 ആയിരുന്നു ഭാരം. അന്നേ ദിവസം നടന്ന പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി എന്നിങ്ങനെ 3 മത്സരങ്ങളിലും വിനേഷിന് ഇറങ്ങേണ്ടി വന്നു. ഇതിനെല്ലാം ഇടയിലും വെള്ളവും ഫുഡ് സപ്ലിമെന്റുകളും ധാരാളമായി കഴിക്കേണ്ടി വന്നേക്കാം. അതിനുശേഷം 52.7 എന്ന ഭാരത്തിലെത്തി. എന്നാൽ രാവ് മുഴുവനും തന്റെ ഭാരം കുറയ്ക്കാൻ കഠിന പ്രയത്നമായിരുന്നു. ഭാരം കുറയ്ക്കാൻ തലമുടി പോലും മുറിച്ചു. 50 കിലോയും 100 ഗ്രാം എന്ന ഭാരത്തിലെത്തി. ശാരീരികവും മാനസികവുമായി തളർന്നു പോകും. പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും 4 വട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് പാരീസിൽ വിനേഷ് പോരാട്ടത്തിന് തുടക്കമിട്ടത്. ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഓക്സാന ലിവാച്ചിനെ കീഴടക്കി. സെമി ഫൈനലിൽ ക്യൂബയുടെ ഗുസ്മാൻ ലോപ്പസിനെയും കീഴടക്കി. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിൽ കടന്ന വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക ലോകം. ഗുസ്തി മത്സര നിയമപ്രകാരം വെള്ളി മെഡലിന് ഫോഗട്ടിന് അർഹതയില്ല. ഇതോടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ സ്വർണ്ണ, വെങ്കല ജേതാക്കൾ മാത്രമാകും ഉണ്ടാവുക. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ രാജ്യാന്തര ഒളിമ്പിക് അസോസിയേഷനെ സമീപിച്ചെങ്കിലും അനുകൂല ഫലം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് നിയമപ്രകാരം ഒരു ഭാരവിഭാഗത്തിൽ മത്സരിക്കുന്ന താരത്തിന്റെ ഭാരം പരിശോധനയിൽ കൂടുതലാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ആ മത്സരത്തിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കും. ആ മത്സരത്തിലെ അവസാന സ്ഥാനക്കാരായിട്ടായിരിക്കും അവരെ കണക്കാക്കുക. ഏതാനും വർഷങ്ങളായി 50 കിലോ വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന വിനേഷ് ഫോഗട്ട് തന്റെ ഒളിമ്പിക് സ്വപ്നങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് 50 കിലോയിലേക്ക് അപ്രതീക്ഷിതമായി മാറുന്നത്. ഏകദേശം 5 മാസം മുൻപ് മാർച്ചിൽ പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ ട്രയൽസിലാണ് 53 കിലോയ്ക്ക് പുറമെ 50 കിലോ വിഭാഗത്തിലും മത്സരിക്കാൻ വിനേഷ് ഫോഗട്ട് തീരുമാനിച്ചത്.